ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലുമെല്ലാം ഗിബിളി ഇമേജസ് തരംഗമാക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കടുത്ത സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഗിബിളി ഇമേജസിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങി ചെല്ലുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും തരംഗമായിക്കൊണ്ടിരിക്കുന്നതാണ് ഗിബിളി ഇമേജസ്. ചിലരുടെ വാട്സാപ്പ് ഫോട്ടോസിൽ, ഇൻസ്റ്റാഗ്രാം റീൽസിൽ എല്ലായിടത്തും ഗിബിലി ഇമേജസ് ഇപ്പോൾ തരംഗമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും ഡീഫേക്കിനെ കുറിച്ച്. ഡീഫേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു വിക്ടിമിൻ്റെ കുറേ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് അവർ കൃത്യമായി തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ ഫോട്ടോ ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് തരാൻ ഒരു ചാൻസുമില്ല. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് ആരുടെ പേരാണ് എത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻസ്ട്രക്ഷൻസ് ആ ഒരു പ്രൊഡക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് അതിലുണ്ടാവും. അതിലേറ്റവും വലിയ ഒന്നാണ് പ്രൈവസി ഓഫ് ഡാറ്റ. നിങ്ങൾ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡാറ്റ ആ ഒരു ബിസിനസ് ഓണർ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത ഇമേജസ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ചാറ്റ് GPT പോലെയുള്ള AI ആപ്ലിക്കേഷൻസ്. ഇവിടെ അവർക്കുമുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് അവരെന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ പിക്ചർ അവർ തേർഡ് പാർട്ടിക്ക് കൊടുക്കലില്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ചാറ്റ് GPT പോലെയുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെയുള്ള ചില ചലഞ്ചസ് ഞാൻ പറയാം. ഒരു പക്ഷേ നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ പിക്ചർ ഈ ഡാറ്റ ലീക്കായി മറ്റൊരു ഹാക്കറിൻ്റെ കയ്യിലെത്തുകയാണെങ്കിൽ അവർക്ക് ആ പിക്ചർ ഒരു പക്ഷേ ഫേക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഒരു അപ്ലോഡ് ചെയ്ത ഡാറ്റ ഏത് സെർവറിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ ഇത് എപ്പോഴെങ്കിലും ലീക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻസിന് ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഡാറ്റ ഒരു പക്ഷേ ഐഡൻറ്റിറ്റി തെഫ്റ്റ് അതല്ലെങ്കിൽ ഡീഫേക്ക് പോലുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉള്ളൊരു ഡാറ്റ കളക്ഷനായി മാറാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട്. നിങ്ങൾ പറയുകയാണ് എൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണം. എന്നിരുന്നാലും ഈ പറയുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചാറ്റ് GPT പോലുള്ള ആപ്ലിക്കേഷൻസ് എപ്പോഴെങ്കിലും എഗ്രി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഡാറ്റ റിമൂവ് ചെയ്യാമെന്ന്? ഒരു ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എൻക്രിപ്ഷൻ. എന്നാൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ള എൻക്രിപ്ഷൻ എന്താണ്? എന്ത് പ്രോട്ടോകോൾസാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അതിൻ്റെ സേഫ്റ്റി എത്രമാത്രമാണ് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് നമ്മളുടെ ഫോട്ടോ, പ്രത്യേകിച്ച് അവരുടെ പ്രൈവസി ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് മനസ്സിലാക്കാതെ അയച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോഴും അവരുടെ പ്രൈവസി പോളിസി നിങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഒന്നും വാങ്ങാതെ ചെയ്യുന്ന സർവീസ്. ഒരുപക്ഷെ നമ്മുടെ ഡേറ്റയാവും അവരുടെ പേയ്മെൻറ്റ്. ചാറ്റ് GPT മാത്രമല്ല, പ്ലേ സ്റ്റോറിലും ഇതുപോലെയുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നു.